രാവിലെ 6ാം ക്ലാസ്സുകാരൻ കണ്ണൻ അമ്മ ധനുവിനൊപ്പം എറണാകുളം വൈറ്റിലയിലേക്ക് പോകും. മറ്റൊന്നിനുമല്ല, അമ്മയ്ക്കൊപ്പം ലോട്ടറി വിൽക്കാൻ ഒരു സഹായിയായിട്ട്. വാഹനയാത്രക്കാർ ഒരു ടിക്കറ്റെങ്കിലും വാങ്ങുമെന്ന പ്രതീക്ഷയിലാണ് അമ്മയും മകൻ കണ്ണനും വൈറ്റിലയിൽ രാവിലെ മുതൽ രാത്രി വരെ കാത്തു നിൽക്കുക. തിരികെ കണ്ണനെ വീട്ടിലെത്തിയിട്ട് വേണം ഓൺലൈനിൽ 6ാം ക്ലാസ്സിലെ പാഠങ്ങൾ പഠിക്കാൻ. പക്ഷേ കണ്ണനും കണ്ണൻ്റെ ചേച്ചിക്കും മൂത്ത ചേട്ടനുമായി ഒരൊറ്റ മൊബൈലേ ഉള്ളൂ ഓൺലൈൻ ക്ലാസ്സുകൾ കാണാൻ. അതുമാത്രമാണ് കണ്ണൻ്റെ ഏക വിഷമം. കഥ ഇങ്ങനെയാണ്. കോവിഡ് വ്യാപനം അതിരൂക്ഷമായപ്പോൾ ഒരു ബേക്കറിയിൽ ഉണ്ടായിരുന്ന ജോലി തമിഴ്നാട് സ്വദേശിയായ ധനുവിന് നഷ്ടപ്പെട്ടു. ഭർത്താവ് കേബിൾ ജോലിക്കാരൻ ആനന്ദിനും കോവിഡിനെ തുടർന്ന് ജോലിയില്ലാതായി. തുടർന്ന് ധനു കുടുംബം പോറ്റാനായി ലോട്ടറി വിൽപ്പനയുമായി രംഗത്തിറങ്ങി. രാവിലെ വീട്ടിൽ നിന്നും ലോട്ടറി കെട്ടുകളുമായി ഇറങ്ങുന്ന അമ്മയ്ക്കൊപ്പം 6ാം ക്ലാസ്സുകാരനായ ഇളയ മകൻ കണ്ണനുമൊപ്പമുണ്ടാകും. എറണാകുളം വൈറ്റിലയ്ക്ക് സമീപത്തെ പാലത്തിനരികിലാണ് ഇവരുടെ കച്ചവടം. വാഹനയാത്രക്കാർ ഒരു ടിക്കറ്റെങ്കിലും വാങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഇനി വരും. ഈ ഒരു അവസ്ഥയിലാണ് കേരള കൗമുദി ചീഫ് ഫോട്ടോഗ്രാഫർ NR സുധർമ്മദാസിന്റെ കണ്ണിൽ ഇവർ പെട്ടത്. അപ്പോഴാണ് മറ്റൊരു വിവരം അറിഞ്ഞത്. കണ്ണന് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സുകൾ പഠിക്കാൻ. പക്ഷേ കണ്ണനും കണ്ണന്റെ ചേച്ചിക്കും ചേട്ടനുമായി ഒരൊറ്റ മൊബൈലാണുള്ളത് ഓൺലൈൻ പഠിക്കാൻ. +1 പഠിക്കുന്ന ആകാശും 9 പഠിക്കുന്ന രൂപയും 6 പഠിക്കുന്ന കണ്ണനും ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്നത് വീട്ടിലെ ഒരൊറ്റ മൊബൈലിൽ വിവിധ സമയങ്ങളിൽ. അതുണ്ടാക്കുന്ന പൊല്ലാപ്പ് ചില്ലറയൊന്നുമല്ലെന്ന് കണ്ണനും അറിയാം, ആകാശിനും അറിയാം, രൂപയ്ക്കും അറിയാം. പക്ഷേ വേറെ വഴിയില്ല. ഇവർക്ക് പക്ഷേ റേഷൻ കാർഡുമില്ല. അതുകൊണ്ട് തന്നെ കോവിഡ് കാലത്ത് സർക്കാർ നൽകിയ സൗജന്യ റേഷനാകട്ടെ ഇവർക്ക് കിട്ടാക്കനിയായി. മക്കൾക്ക് പഠിക്കാൻ മൊബൈൽ ഇല്ല എന്നൊരു സങ്കടത്തോടൊപ്പം സൗജന്യ റേഷനും ഇല്ലാത്തതിന്റെ സങ്കടത്തിലാണ് ഈ കുടുംബം. ഇതോടെ ഇവർക്ക് തുണിയായത് ലോട്ടറി വിൽപ്പനയാണ്. ആരെങ്കിലും ഒരു ലോട്ടറി വാങ്ങിയിട്ട് വേണം അന്നേക്കുള്ള വക കണ്ടെത്താൻ. ഇവിടെ കൊറോണ കാരണം എല്ലാം ഇവിടെ തന്നെ ഉള്ളു. എങ്ങൾക്ക് ഒരു വരി എതും കിട്ടിയില്ല. റേഷൻ കാർഡ് ഉള്ളവർക്ക് മാത്രം കിട്ടിയെന്ന് പറഞ്ഞ് എങ്ങൾക്ക് എതും തന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായി, എവിടെയും പോയില്ല. ജോലി ഇല്ലാതെ കാരണം ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ കിട്ടുന്ന ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊറോണ കാരണം ആരും കേട്ടുള്ള വീട്ടു ജോലിക്ക് തുടയ്ക്കാനോ അടിക്കാനോ ആരും വേണ്ടെന്ന് പറയുന്നത്. അതാണ് ടിക്കറ്റ് വയ്ക്കാനോ വന്നത്. ആ കച്ചവടമൊന്നും പോയിട്ടില്ല. മുമ്പിലൊക്കെ വിത്ത ആൾക്കാർക്ക് വളക്കടിക്കണ അതൊക്കെ പേടിയായിട്ടൊന്നും പോയില്ല. അതിപ്പോഴാണ് പുതിയതായിട്ട് ഇത് എനിക്ക് അറിയില്ല എങ്ങനെ കൊടുക്കണോ എങ്ങനെ അറിയണോ. വേറെ ആൾക്കാർക്ക് എടുത്തിട്ട് 10 രൂപ കുറവായിട്ട് ഇതാണെന്ന് പറയണു. കൊടുത്താൽ നമുക്ക് ശമ്പളം കിട്ടുമോ എന്ന് അറിയില്ല. അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യാനാ? ബുക്കായിട്ട് മേടിച്ചിട്ട് അത് 450 അവിടെ വന്ന് മേടിക്കുന്നത്. ഇവർ ചോദിക്കുന്നത് 450 കൊടുക്കണം സെയിമായിട്ട് മേടിക്കുമ്പോൾ പറയണേ. ഞാൻ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അവർ എനിക്ക് മലയാളം അത്രയായിട്ട് അറിയില്ല. വീട്ടിലെ ഒരു കുഞ്ഞു ഫോണൊക്കെ ഉണ്ട്. അത് മൊബൈലിൽ പഠിക്കാനോ ഇത്ര കൊല്ലം പഠിച്ചില്ല. ഇപ്പം തന്നെ ഒരു സെക്കൻഡിൽ ഒരു ഫോൺ മേടിച്ച് അത് 3 കുട്ടികളും പഠിക്കുന്നതൊക്കെ ரொம்ப പാടായിട്ടുള്ളൂ. പഠിക്കാൻ പറ്റില്ല. സ്കൂൾ തുറന്നാലേ നല്ല പഠിക്കാൻ പറ്റും. ന്യൂസ് ഡെസ്ക് കൗമുദി.